അങ്ങനെ ഗബ്രിയും ജാസ്മിനെ കൈവിട്ടിരിക്കുകയാണ് കേട്ടോ. അതായത് രാവിലെ മുതൽ എല്ലാവരുടെയും പുറക്കെ നടന്ന് പണി ഇരന്ന് വാങ്ങുമായിരുന്നു ജാസ്മിൻ്റെ ഗെയിം മാറ്റിപ്പിടിക്കാനും മറ്റുള്ളവരുടെ അടുത്ത് സിബിനെക്കുറിച്ചും സായിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനും വേണ്ടി ശ്രമിക്കുമായിരുന്നു. പക്ഷേ അതെല്ലാം ചീറ്റിപ്പോയി, പൊട്ടിപ്പാളിശായി പോയി എന്നാണ് പറയാൻ. കാര്യം അവിടെ എല്ലാം ഇവർ ഈ ജാസ്മിൻ ആരടുത്തെങ്കിലും സംസാരിക്കുന്നത് കണ്ട അപ്പോഴും നമ്മുടെ സിബിൻ ഓടി വരും, വന്ന് അവിടെ പൊളിക്കും. അതാണ് നമ്മുടെ സിബിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതാണ് ജാസ്മിൻ ഒന്നും അവിടെ സാധിക്കുന്നുമില്ല. അപ്പോൾ മാത്രമല്ല രാവിലെ എല്ലാം വൃത്തിയില്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റണം. പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയിപ്പിക്കണം. അപ്പം ആരോടെങ്കിലൊക്കെ എന്തെങ്കിലും പറയുമ്പോഴല്ലേ അത് പുറത്തേക്ക് പോകുകയും പ്രേക്ഷകർ കേൾക്കത്തല്ലേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ആകെ വിഷമിച്ചു. രാവിലെ തുടങ്ങിയതാണ്, ഒന്നും നടന്നില്ല. വൈകിട്ടായപ്പോഴത്തേക്ക് ഗബ്രി എടുത്ത് വന്നിട്ട് ഗബ്രി എല്ലാം പോയി, കയ്യിൽ നിന്ന് പോയി, എനിക്കൊന്നും നടക്കുന്നില്ല, എന്നെ പറഞ്ഞു കേട്ടില്ല, എനിക്ക് വൃത്തിയില്ലെന്ന് പറഞ്ഞു, എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, എന്നോട് അങ്ങനെ പറഞ്ഞു, എന്തിനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗബ്രിയോട് പറഞ്ഞപ്പോൾ ഗബ്രി പറയണം, നീ എന്തിനാണ് ഇതൊക്കെ മനസ്സിലേക്ക് എടുക്കുന്നതെന്ന്. അത് കേട്ടതും ജാസ്മിൻ ആകെ തളർന്നു കേട്ടോ. ജാസ്മിൻ പറയുന്നത് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നീ ഒന്ന് ഹഗ് ചെയ്യുകയോ അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കുകയോ ചെയ്യുമെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നത്, നീ അതൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നു ജാസ്മിൻ. പക്ഷേ ഗബ്രി ഇവിടെ ആകെ വേറെ എന്തോ കിളി പോയ ലോകത്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഗബ്രിക്ക് മനസ്സിലായി ഡയറക്റ്റ് നോമിനേഷന് ഗബ്രി എന്തായാലും വരും. ഗബ്രി, ജാസ്മിൻ, അതുപോലെ തന്നെ അർജുൻ, നമ്മുടെ അപ്സര, ഇവരെല്ലാം വരും. പ്രസ്മിൻ്റെ എല്ലാം വരുന്നവർക്ക് ഗബ്രിക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയും പേരും വരുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും സ്ട്രോങ് ആയിട്ട് വന്നാൽ അതിനകത്ത് എന്തായാലും ഗബ്രി പോകാൻ ചാൻസ് ഉണ്ടെന്ന് ഗബ്രിക്കൊരു തോന്നൽ. അപ്പം ആ ഒരു തോന്നലായിരിക്കാം ഗബ്രിയെ ഇങ്ങനെയൊക്കെ പറയിക്കുന്നതാണ് എനിക്ക് തോന്നിയത് കേട്ടോ. മാത്രമല്ല ഗബ്രിയേക്കാൾ സ്കോർ ചെയ്ത് ജാസ്മിൻ കയറുന്നുണ്ടെന്ന തോന്നലും നമ്മുടെ ഗബ്രിക്ക് വന്നിട്ടുണ്ട്. എത്രയെന്നൊക്കെ പറഞ്ഞാൽ ഇവർ ഗെയിം കളിക്കാൻ വന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ ഗെയിം പിന്നീട് എപ്പോഴെങ്കിലും പുറത്തേക്ക് വരിക തന്നെ ചെയ്യുമായിരുന്നു. അപ്പം ഇത് ഇച്ചിരി നേരത്തെ വന്നെന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. കാര്യം ഒരു 10, 60, 70 ദിവസം കഴിയുമ്പോൾ ഈ ഒരു ഗെയിം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇച്ചിരി നേരത്തെ വന്നതേ ഉള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു സിബിനൊക്കെ വന്ന ശേഷം, ഈ 6 വൈൽഡ് കാർഡ് വന്ന ശേഷം ഗബ്രിക്ക് മനസ്സിലായി പുറത്ത് അത്ര നല്ലതല്ല. പിന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇനിയിപ്പം അത് രക്ഷയില്ല, ഗെയിം ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നുള്ളൊരു ചിന്തയായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ജാസ്മിൻ ഗബ്രി ഗെയിം ഒന്ന് മാറ്റി പിടിക്കുകയും ഒപ്പം തന്നെ അത് സിബിൻ, സായി ഇവർ തമ്മിലുള്ള എന്താണ് ഗെയിം എന്ന് പുറത്തേക്ക് വരികയും ചെയ്താൽ കുറച്ചും കൂടെ നാൾ ഗബ്രിക്ക് അവിടെ നിൽക്കാൻ കഴിയുമായിരിക്കാം. പക്ഷേ എനിക്കൊരിക്കലും തോന്നില്ല ടോപ്പ് 10ലേക്ക് ഗബ്രി വരുമെന്ന്. കാര്യം ഗബ്രിയുടെ ഗെയിം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ്റെ താഴെ ലെവലിലാണ് നിൽക്കുന്നത്. അത് എപ്പം വേണമെങ്കിലും താഴേക്ക് പോകാം. ഉയരാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അതെനിക്ക് തോന്നുന്നില്ല ഉയർന്നു വരാൻ ചാൻസ് ഉണ്ടെന്ന്. എന്തായാലും ജാസ്മിന് വലിയൊരു വിഷമമാണ് കിട്ടിയിരിക്കുന്നത്, വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ആദ്യം തൊട്ട് ഒറ്റയ്ക്ക് ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ജാസ്മിന് ഉണ്ടാകില്ലായിരുന്നു. കാര്യം വന്ന സമയത്ത് ജാസ്മിൻ ഫയർ ആയിരുന്നു, നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നിൽ നിന്നിരുന്ന ഒരാളുമായിരുന്നു. ഈ ഒരു കോംബോ എന്ന് വന്നു. കോംബോ വന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ കോംബോ ഓവറാക്കി ചളവാക്കി. ഹഗ് ചെയ്യേക്കും, കിസ് ചെയ്യേക്കും, കടിക്കൽ, അതൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ ഇത് മാറി നിർത്തി ഇവർ നല്ലൊരു ഫ്രണ്ടായിട്ടോ രീതിയിൽ ഒരു കോംബോ ആയിരുന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇവർക്ക് ഇപ്പോഴും നല്ലൊരു നില നിൽക്കാമായിരുന്നു. ഇവർ തന്നെ കുഴി ഒഴിച്ചു അതിനകത്ത് ഇറങ്ങിയിരുന്നു എന്ന് വേണം പറയാൻ. എന്താണ് ഇപ്പോൾ കൈയും കാട്ടും അടിക്കുവാണ്, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി. നടക്കും തോന്നുന്നില്ല, എന്നാലും മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. ജാസ്മിനിൽ എനിക്ക് കുറച്ച് പ്രതീക്ഷയുണ്ട്. ഗബ്രിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല രക്ഷപ്പെട്ട് വരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. കാര്യം ഗബ്രിക്ക് പറഞ്ഞു നിൽക്കാനൊക്കെയുള്ള ശക്തിയൊക്കെ ഉണ്ട്. മറ്റ് ആരെക്കാളും എനിക്ക് തോന്നുന്നു ജിൻഡോയെക്കാളും ഒക്കെ ആ ഒരു പവറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു രക്ഷപ്പെട്ട് വന്നാൽ അടിപൊളിയായിരിക്കുമെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.